ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ജേർണി ഓഫ് ദ റെയിൻ ഡ്രോപ്പ് എന്ന് പറയുന്ന ലെസണാണ്. റെയിൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മഴത്തുള്ളി അല്ലേ? ജേർണി എന്ന് പറഞ്ഞാൽ യാത്ര. അപ്പോൾ ഒരു മഴത്തുള്ളിയുടെ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ലെസണിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ലെസൺ തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. A tiny raindrop lives in a big fluffy cloud. ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘമാണ്. ഓക്കെ, ഫ്ലഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃദുവായ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ടൈനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചെറുത്, സ്മോൾ അല്ലേ? അപ്പം എന്താണ്? a tiny raindrop lives in a big fluffy cloud. ഒരു കുഞ്ഞു മഴത്തുള്ളി ജീവിക്കുന്നത് നല്ല മൃദുവായിട്ടുള്ള മേഘത്തിനുള്ളിലാണ് എന്നാണ് പറയുന്നത്. നൗ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ ടു ദ എർത്ത്. ഇപ്പം അത് മഴയുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിക്കാനായിട്ട് പോവാണ്. എ ബിഗ് അഡ്വഞ്ചർ അവെയ്റ്റ്സ് ഇറ്റ്. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹസികത അല്ലേ? അവെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാത്തിരിക്കുക. അപ്പോൾ എന്താണ്? എ ബിഗ് അഡ്വഞ്ചർ അവെയ്റ്റ്സ് ഇറ്റ്. ഒരു വലിയ സാഹസികത മഴത്തുള്ളിയെ കാത്തിരിക്കുന്നുണ്ട്. മീറ്റ് ദ ലിറ്റിൽ റെയിൻ ഡ്രോപ്പ്, ലെറ്റ് us see what happens next. അപ്പം നമുക്ക് ആ ഒരു കുഞ്ഞു മഴത്തുള്ളിയെ മീറ്റ് ചെയ്യാം. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. റെഡി സെറ്റ് ഗോ. ഐ എം എ റെയിൻ ഡ്രോപ്പ്, ഐ ലീവ് ഇൻ എ ക്ലൗഡ്. എന്താ പറയുന്നത്? ഞാനൊരു റെയിൻ ഡ്രോപ്പാണ്, ഐ ലീവ് ഇൻ എ ക്ലൗഡ്. ഞാൻ ജീവിക്കുന്നത് എവിടെയാണ്? ഒരു ക്ലൗഡ്, മേഘത്തിനകത്താണ്. വൺ ഡേ ഐ സോ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് അക്രോസ് ദ സ്കൈ. അതായത് വൺ ഡേ, ഒരു ദിവസം, ഐ സോ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. ലൈറ്റ്നിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിന്നലാണ്. അക്രോസ് ദ സ്കൈ. അപ്പം ഒരു ദിവസം ഞാൻ എന്താണ്? ആകാശത്തിന് കുറുകെയായിട്ട് മിന്നൽ, ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് കണ്ടു എന്നാണ് പറയുന്നത്. സഡൻലി ഐ ഹേർഡ് എ ലൗഡ് ബൂം, ഐ വാസ് സോ സ്കാഡ്. എന്താ പറയുന്നത്? സഡൻലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. ഐ ഹേർഡ് എ ലൗഡ് ബൂം. ബൂം എന്നുള്ളൊരു ശബ്ദവും ഞാൻ കേട്ടു. ഐ വാസ് സോ സ്കാഡ്. സ്കാഡ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക. എന്താണ്? ഞാൻ വളരെയധികം ഭയപ്പെടുകയും ചെയ്തു ആ ഒരു ശബ്ദം കേട്ടിട്ട്. ഏത് ശബ്ദമാണ്? ബൂം എന്നുള്ള ആ ഒരു ശബ്ദം. ഗെറ്റ് റെഡി ടു ഗോ ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്, ദ തണ്ടർ റംബിൾഡ്. തണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയാണ്. തണ്ടർ റംബിൾ എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കമാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇടി ഈ റെയിൻ ഡ്രോപ്സിനോട്, ലിറ്റിൽ റെയിൻ ഡ്രോപ്സിനോട് പറയാണ് ഗെറ്റ് റെഡി ടു ഗോ. നിങ്ങൾക്ക് പോകാനുള്ള സമയമായി, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാണ്. എ ഗ്രാൻഡ് അഡ്വഞ്ചർ അവെയ്റ്റ്സ് യു. ഒരു എന്താണ്? വലിയ അഡ്വഞ്ചർ, സാഹസികത അല്ലേ? ഒരു വലിയ സാഹസം നിങ്ങളെ എന്താണ്? വെയിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്ന് പറയാണ്. ഐ ഫെൽറ്റ് സോ എക്സൈറ്റഡ്. എനിക്കെന്താണ്? വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തോന്നി, ആകാംക്ഷ തോന്നി. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയി. ഐ ഹാഡ് നെവർ സീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. അപ്പം റെയിൻ ഡ്രോപ്പ് പറയാണ് എന്താണ്? ഞാൻ ഇതുവരെ എന്താണ്? ഈ ഒരു മേഘത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് ആര് പറയാണ്? റെയിൻ ഡ്രോപ്പ് പറയാണ്. ഓക്കെ, വൈ ഡിഡ് ദ റെയിൻ ഡ്രോപ്പ് ഫീൽ എക്സൈറ്റഡ്? എന്തുകൊണ്ടാണ് റെയിൻ ഡ്രോപ്പ് എക്സൈറ്റഡ് ആയതെന്നാണ് ചോദിക്കുന്നത്. കുട്ടികളോടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? റെയിൻ ഡ്രോപ്പ് ഇതുവരെ ആ ഒരു മേഘത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മളുടെ കുഞ്ഞു റെയിൻ ഡ്രോപ്പിന് ഉള്ളത്, മഴത്തുള്ളിക്ക് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തിലേക്ക് നോക്കിയേ. നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? മഴമേഘങ്ങൾക്കുള്ളിൽ നിന്ന് റെയിൻ ഡ്രോപ്സ് അല്ലേ? കുഞ്ഞു മഴത്തുള്ളികൾ വളരെ സന്തോഷത്തോടു കൂടിയും ആകാംക്ഷയോടു കൂടിയും എന്താണ്? താഴേക്ക് എങ്ങനെ പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ, വലിയ സാഹസം അല്ലേ? ഓ വാട്ട്സ് ദാറ്റ് ക്രൈഡ് ഓൾ ദ റെയിൻ ഡ്രോപ്സ്. ഓ എന്താണത് എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാ റെയിൻ ഡ്രോപ്സും കൂടെ കരയാണ്. എ ഷാർപ്പ് ലൈറ്റ് പിയേഴ്സ്ഡ് ദ ക്ലൗഡ്. പിയേഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുളച്ച് കയറി. എങ്ങോട്ടേക്കാണ്? ക്ലൗഡിൻ്റെ ഉള്ളിലേക്ക്. എന്താണ് കയറിയത്? എ ഷാർപ്പ് ലൈറ്റ്, ഒരു എന്താണ്? ഷാർപ്പായിട്ടുള്ള ഒരു വെളിച്ചം, അത് മേഘത്തിനുള്ളിലേക്ക് തുളച്ച് കയറി എന്നാണ് പറയുന്നത്. ഈച്ച് ഡ്രോപ്പ് വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ക്ലൗഡ്. ഈച്ച് ഡ്രോപ്പ്, ഓരോ തുള്ളികളെയും, ഓരോ മഴത്തുള്ളികളെയും ആ മഴമേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ്? പുഷ് ചെയ്തിട്ട് തള്ളി വിടുകയാണ് പുറത്തേക്ക്. ഐ ടു ലീപ്ഡ് വിത്ത് ദം. ലീപ്ഡ് മീൻസ് കുതിച്ച് ചാടുക. ഓക്കെ, അപ്പോൾ ഐ ടു ലീപ്ഡ് വിത്ത് ദം. ബാക്കിയുള്ള മഴത്തുള്ളികളോടൊപ്പം ഞാനും ചാടി എന്നാണ് പറയുന്നത്, കുതിച്ച് ചാടി. ഡൗൺ ആൻഡ് ഡൗൺ വി വർ ഫോളിങ് ടുഗെദർ. താഴേക്ക് അവർ ഒരുമിച്ച് അങ്ങനെ പോവുകയാണ്. വി ലാഫ്ഡ് ആൻഡ് ഷൗട്ടഡ് വി ഓ വാട്ട് ഫൺ. എന്താ പറയുന്നത്?
വി ലാഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. അവരെന്താണ് ഒരുമിച്ച് പൊട്ടിച്ചിരിക്കുകയും അതേപോലെ എന്താണ് ഉറക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യാണ്. വി ഓ വാട്ട് ഫൺ, എന്തൊരു തമാശയാണ്, എന്തൊരു ഫണ്ണാണെന്ന് ഇങ്ങനെ പറയണം. ക്യാൻ യു ഗസ് വാട്ട് വുഡ് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്സ്? ഇനി റെയിൻ ഡ്രോപ്സിന് എന്തൊക്കെയായിരിക്കും സംഭവിക്കുകയെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇത് കുട്ടികളിലെ ജിജ്ഞാസയും അതേപോലെ തന്നെ ചിന്താശേഷിയൊക്കെ കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അവർ ആൻസർ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പിക്ചറിൽ എന്താണ്, മഴ പെയ്യുന്നുണ്ട് അല്ലേ, പക്ഷികൾ പറന്നു പോകുന്നുണ്ട്, അതേപോലെ എന്താണ് മനുഷ്യരും പിന്നെ എന്താണ് മൃഗങ്ങളൊക്കെ മഴയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ദ റെയിൻബോ എന്ന് പറഞ്ഞാൽ എന്താണ്, മഴവില്ലാണ് അല്ലേ. ഫ്രം ഹൈ അപ്പ് ഇൻ ദ സ്കൈ വി സോ ദ വേൾഡ് ബിലോ. എന്താ പറയുന്നത്, ഫ്രം ഹൈ അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന്, വി സോ ദ വേൾഡ് ബിലോ, താഴെയുള്ള എന്താണ് ലോകം അല്ലേ, താഴെയുള്ള ഒരു വേൾഡ് ഞങ്ങൾ കാണുകയാണ്. വി വർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ, ഞങ്ങൾ ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദ ട്രീ സ്പ്രെഡ് ദെയർ ലീഫി ആംസ്. എന്താണ്, ട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ലീഫി ആംസ്, അതായത് ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളാണ്, ലീഫി ആംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇലകൾ നിറഞ്ഞിട്ടുള്ള അവരുടെ കൈകൾ, അവരുടെ എന്താണ് ശിഖരങ്ങളാണ് പറയുന്നത് കേട്ടോ. ശിഖരങ്ങൾ അവരുടെ കൈകൾ പോലെ തോന്നിക്കുകയാണ്. അപ്പം എന്താണ്, മരങ്ങൾ അവരുടെ ലീഫി ആംസ് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ദ ഫ്ലവേഴ്സ് വേവ്ഡ് ജെന്റ്ലി, ഫ്ലവേഴ്സ് അല്ലേ, പൂക്കൾ എന്താണ് അവരുടെ തലയൊക്കെ ഇങ്ങനെ പതുക്കെ ആട്ടുന്നുണ്ട്. ദ ബേർഡ്സ് ഫ്ലൂ ഫ്ലട്ടറിങ് ദെയർ വിങ്സ്, പക്ഷികൾ എന്താണ് അവരുടെ ചിറകിട്ടടിച്ചുകൊണ്ട് പറന്നു പോകുന്നുണ്ട്. ഫ്ലട്ടറിങ് മീൻസ് എന്താണ്, ചിറകിട്ടടിക്കുക. എവ്രി വൺ റാൻ ടു എസ്കേപ്പ് ഫ്രം ദ റെയിൻ, എവ്രി വൺ എല്ലാവരും എന്താ ചെയ്യുന്നത്, റാൻ ടു എസ്കേപ്പ് ഫ്രം ദ റെയിൻ, ഓടുകയാണ്. ഈ ഒരു മഴയിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി, രക്ഷ നേടാൻ വേണ്ടി എല്ലാവരും ഓടുകയാണ്. ബട്ട് എ ഫാർമർ ലുക്ക്ഡ് അപ്പ് വിത്ത് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതീക്ഷ. പക്ഷേ ഒരു ഫാർമർ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷയോടുകൂടി മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. വി വർ ഫ്ലൈയിങ്, ഞങ്ങൾ പറക്കുകയാണ്. ഐ എൻജോയ്ഡ് ദ വിൻഡ്സ് പ്ലേഫുൾ ഡാൻസ്. എന്താണ് പറയുന്നത്, വിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റാണ് അല്ലേ. അപ്പം കാറ്റിൻ്റെ പ്ലേഫുൾ ഡാൻസ്, വളരെ രസകരമായിട്ടുള്ള ഡാൻസ് ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. സൺ ബീംസ് ഷോൺ ത്രൂ അസ്, സൺബീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യരശ്മികൾ, ഷോൺ ത്രൂ അസ് ഞങ്ങളിലൂടെ എന്താണ് തിളങ്ങി. ഷോൺ മീൻസ് എന്താണ്, തിളങ്ങി. ഇറ്റ് മെയ്ഡ് അസ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ. അപ്പം എന്താണ്, ആ ഒരു സൂര്യരശ്മി ഞങ്ങളിലൂടെ ഇങ്ങനെ എന്താണ് തിളങ്ങുന്നതിലൂടെ ഞങ്ങളെ ബ്രൈറ്റ് ആക്കുകയും അതേപോലെ തന്നെ കളർഫുൾ ആക്കുകയും ചെയ്തു. റെഡ് ബ്ലൂ ഗ്രീൻ ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ്. കുട്ടികൾ എന്ത് ചെയ്യാണ്, താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയിട്ട് ഉറക്കെ ഇങ്ങനെ പറയാണ്, റെഡ് ബ്ലൂ ഗ്രീൻ കളേഴ്സ് പറയാണ്. റെയിൻബോ. അപ്പോൾ എന്താ സംഭവിച്ചത്, ആകാശത്ത് റെയിൻബോ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സൂര്യരശ്മികൾ ഈ റെയിൻ ഡ്രോപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് അത് ഷൈൻ ചെയ്യുകയും പല കളേഴ്സിൽ കാണപ്പെടുകയും ചെയ്തു. അപ്പം കുട്ടികൾ വളരെ ആകാംക്ഷയോടുകൂടി എന്താണ്, റെയിൻബോ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആർത്തുല്ലസിക്കുകയാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. വൈ ഡിഡ് ദ ഫാർമർ ലുക്ക് അപ്പ് വിത്ത് ഹോപ്പ്? എന്തുകൊണ്ടാണ് ഫാർമർ ആകാശത്തേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിയത്? എന്തുകൊണ്ടാണ്? കർഷകൻ്റെ കൃഷിക്ക് വെള്ളം അനിവാര്യമാണ് അല്ലേ, മഴ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പ്രതീക്ഷയോടുകൂടി ഫാർമർ മുകളിലോട്ട് നോക്കിയത്. വൈ ഡിഡ് ദ ചിൽഡ്രൻ ഷൗട്ട്? എന്തുകൊണ്ടാണ് കുട്ടികൾ ഷൗട്ട് ചെയ്തത് മീൻസ് ദേഷ്യപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല, അവർ സന്തോഷത്തോടുകൂടി ശബ്ദമുണ്ടാക്കി അല്ലേ. എന്തുകൊണ്ടാണ്? അവർ ആകാശത്ത് റെയിൻബോ കണ്ടതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ ഒരു പൂച്ച ദേഷ്യത്തോടു കൂടെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത് നോക്കാം. ദ ആംഗ്രി ക്യാറ്റ്, അപ്പോൾ എന്താണ്, ദേഷ്യം പിടിച്ച പൂച്ചയാണ് അല്ലേ. നമുക്ക് നോക്കാം. വൗ ആർ ദേ വെൽക്കമിങ് അസ്? വി വർ വെരി എക്സൈറ്റഡ്. അപ്പോൾ മഴത്തുള്ളികൾ ഇങ്ങനെ ചോദിക്കുകയാണ്, വൗ ആർ ദേ വെൽക്കമിങ് അസ്? അവരൊക്കെ എന്താ താഴെ ഭൂമിയിലുള്ള എല്ലാവരും നമ്മളെ വെൽക്കം ചെയ്യുകയാണോ? വി വർ വെരി എക്സൈറ്റഡ്. എന്താണ്, ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. എ ബ്രൗൺ ക്യാറ്റ് ഹൈഡ് അണ്ടർ എ ട്രീ ലുക്കിംഗ് പസിൽഡ്. ഒരു ബ്രൗൺ കളറുള്ള ക്യാറ്റ് ഒരു മരത്തിൻ്റെ അടിയിലായിട്ട് ഒളിച്ചിരുന്നു. ഹൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഒളിക്കാം. ലുക്കിംഗ് പസിൽഡ് മീൻസ് എന്താണ്, കുറച്ചൊരു വിഷമത്തോടുകൂടി ബുദ്ധിമുട്ടോടുകൂടി ആണ് ഈ മഴയെ നോക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഐ ലാൻഡഡ് ഓൺ ദ ക്യാറ്റ് വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. അറ്റ് ലാസ്റ്റ് അവസാനം ഐ ലാൻഡഡ് ഓൺ ദ ക്യാറ്റ്
എങ്ങോട്ടാണ് ഞാൻ വീണത്? ഒരു കാറ്റിൻ്റെ പുറത്തേക്ക്, ഒരു പൂച്ചയുടെ പുറത്തേക്കാണ് വീണത്. വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. സ്പ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വീഴുന്ന ഒരു ശബ്ദമാണ്. ഇറ്റ് ഷൂക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി. ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രോമമാണ്. അപ്പം എന്താണ്, ആ ഒരു പൂച്ച വളരെ ദേഷ്യത്തോടു കൂടി അതിൻ്റെ രോമമൊക്കെ ഇങ്ങനെ കുടഞ്ഞു. ഐ ഫെൽ ഓൺ ദ സോയിൽ വിത്ത് എ ഷാർപ്പ് സ്പ്ലാഷ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഒരു റെയിൻ ഡ്രോപ്പ് ഫെൽ ഓൺ ദ സോയിൽ വിത്ത് എ ഷാർപ്പ് സ്പ്ലാഷ്. ഒരു എന്താണ്, ഷാർപ്പായിട്ടുള്ളൊരു സ്പ്ലാഷ്. അത് സോയിലിലേക്ക്, മണ്ണിലേക്ക് പതിച്ചു. ഷാർപ്പായിട്ട് പതിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? പൂച്ച ഇങ്ങനെ ശരീരം കുടഞ്ഞപ്പം സ്പീഡിൽ പോയി എങ്ങോട്ട് വീണു? മണ്ണിലേക്ക് പതിച്ചു എന്നാണ് പറയുന്നത്. ഐ ഫെൽ ദ ഫ്രഷ് വാം ടച്ച് ഓഫ് ദ സോയിൽ. അപ്പോൾ ആ ഒരു മഴത്തുള്ളിക്ക് എന്താണ്, മണ്ണിൻ്റെ ആ ഒരു വാം ടച്ചും ആ ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു. വാട്ട് എ പ്ലസൻറ്റ് സ്മെൽ. എന്തൊരു നല്ല മണം. ഹൗ റിഫ്രഷിങ് ഇറ്റ് ഈസ്. എന്തൊരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഉന്മേഷം തരുന്ന രീതിയിലുള്ള സ്മെല്ലാണ് എന്ന് മഴത്തുള്ളി പറയാണ്. നമുക്കറിയാം അല്ലേ, നല്ല ഉണങ്ങി നിൽക്കുന്ന മണ്ണിലേക്ക് പെട്ടെന്നൊരു മഴ പെയ്യുന്ന സമയത്ത് മണ്ണിൻ്റെ ആ ഒരു സ്മെല്ല് അത് വളരെ നല്ല എന്താണ്, റിഫ്രഷിങ് ആയിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് അല്ലേ. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്മെല്ലായിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡിഡ് ദ ക്യാറ്റ് ഡു വെൻ ദ റെയിൻ ഡ്രോപ്പ് ഫെൽ ഓൺ ഇറ്റ്. മഴത്തുള്ളി പൂച്ചയുടെ ശരീരത്തിൽ വന്ന് പതിച്ചപ്പം പൂച്ച എന്താ ചെയ്തത്? അതിൻ്റെ ശരീരം മൊത്തം അങ്ങനെ കുടഞ്ഞു അല്ലേ. നെക്സ്റ്റ് പേജ്, തേഴ്സ്റ്റി റൂട്ട്സ്. അതായത് എന്താണ്, ദാഹിച്ച് വലഞ്ഞ റൂട്ട്സ്. റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരുകൾ. സം ഓഫ് മൈ ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദ ലീവ്സ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു മഴത്തുള്ളി ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് പോരുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ, മറ്റ് മഴത്തുള്ളികൾ. അവരൊക്കെ എവിടേക്കാണ് പോയി വീണത്? സം ഓഫ് മൈ ഫ്രണ്ട്സ്, കുറച്ച് ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദ ലീവ്സ്, ഇലകളിലൊക്കെ പോയി വീണിട്ടുണ്ട്. അതേഴ്സ് ജെൻലി കിസ്ഡ് ദ ഫ്ലവേഴ്സ്. ബാക്കിയുള്ള ഫ്രണ്ട്സ് എന്താണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള മഴത്തുള്ളികൾ ജെൻലി, മൃദുവായി കിസ്ഡ് ദ ഫ്ലവേഴ്സിനെ കിസ് ചെയ്തു, പൂക്കളെ കിസ് ചെയ്തു. അതായത് പൂവിൻ്റെ മുകളിലാണ് കുറച്ച് ബാക്കിയുള്ള മഴത്തുള്ളികൾ പോയി വീണത്. സം സ്പ്ലാഷ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഫോംഡ് ടൈനി പഡിൽസ്. പഡിൽസ് മീൻസ് എന്താണ്, ചെളിക്കുണ്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ട് എന്നുള്ളതാണ്. സം സ്പ്ലാഷ്ഡ് ഓൺ ദ ഗ്രൗണ്ട്, അതായത് നിലത്തേക്ക് ഇങ്ങനെ തെറിച്ച് വീഴില്ലേ, അതാണ് കേട്ടോ പറയുന്നത്. സ്പ്ലാഷ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഫോംഡ് ടൈനി പഡൽസ്. എന്നിട്ട് ചെറിയ ചെളിക്കുണ്ടുകളായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് ബാക്കിയുള്ള കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്സ്. ഐ സീപ്ഡ് ഇൻ ടു ദ സോയിൽ. അപ്പോൾ എനിക്കെന്താ സംഭവിച്ചത്? ഞാൻ സോയിലിലേക്ക്, മണ്ണിലേക്ക് ഇങ്ങനെ താഴ്ന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രിക്ലിംഗ് ഡൗൺ ആൻഡ് ഡൗൺ, താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ തേഴ്സ്റ്റി റൂട്ട്സ് ഓഫ് പാഡി വർ സെർച്ചിങ് ഫോർ വാട്ടർ. പാഡി മീൻസ് നെല്ലാണ് അല്ലേ. തേഴ്സ്റ്റി റൂട്ട്സ് ഓഫ് പാഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന നെല്ലിൻ്റെ വേര് വർ സെർച്ചിങ് ഫോർ വാട്ടർ. എന്താണ് അവർ ചെയ്യുന്നത്? വെള്ളത്തിന് വേണ്ടി സെർച്ച് ചെയ്യാണ്, തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാട്ട് എ ടെൻഡർ ടച്ച്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ റൂട്ട് സൈഡ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? വാട്ട് എ ടെൻഡർ ടച്ച്, എന്തൊരു മൃദുവായ ടച്ചാണ്, അല്ലെങ്കിൽ എന്താണ്, സ്പർശനമാണ്. അത് വളരെ ഹാപ്പി ആവുകയാണ് ആ ഒരു റൂട്ട്, പാടിയുടെ റൂട്ട്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ, ഞാൻ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. റൂട്ട് സൈഡ്, സൈ മീൻസ് എന്താണ്, നെടുവീർപ്പിടുക. അപ്പോൾ എന്താണ്, വെള്ളം കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ ഒരു റൂട്ട് നെടുവീർപ്പിട്ടു എന്നാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്സ് ഫ്രണ്ട്സ്. റെയിൻ ഡ്രോപ്പിൻ്റെ ഫ്രണ്ട്സിന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ് ചോദിക്കുന്നത്. ചില ഫ്രണ്ട്സ് പോയിട്ട് എവിടെയാണ് വീണത്? ലീവ്സിൻ്റെ, ഇലകളുടെ മുകളിൽ വീണു. ബാക്കിയുള്ള ഫ്രണ്ട്സ് എന്താണ്, കുറച്ച് പോയിട്ട് എവിടെ വീണു? ഫ്ലവേഴ്സിൽ വീണു. ബാക്കിയുള്ളത് കുറച്ച് എന്താണ്, ഗ്രൗണ്ടിൽ അല്ലേ വീണു. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ, ലീവ്സിൻ്റെ മുകളിലും ഫ്ലവേഴ്സിൻ്റെ മുകളിലും അതേപോലെ എന്താണ് ഗ്രൗണ്ടിലും ഒക്കെ മഴത്തുള്ളികൾ പോയി വീഴുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പേജ് നോക്കാം. എ ഡ്രോപ്പ് ഓഫ് ജോയ്, എന്താണ്, സന്തോഷത്തിൻ്റെ തുള്ളി അല്ലേ. ഐ വാസ് ഡ്രോൺ ഇൻ ടു ദ റൂട്ട്സ്. ഡ്രോൺ മീൻസ് വലിച്ചെടുക്കുകയാണ് കേട്ടോ. ഐ വാസ് ഡ്രോൺ ഇൻ ടു ദ റൂട്ട്സ്, വേരുകളിലൂടെ എന്താണ്, എന്നെ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചെടുത്തു. ദെൻ സ്ലോലി ഐ ട്രാവൽഡ് അപ്വേർഡ്. സ്ലോലി മീൻസ് എന്താണ്, പതിയെ അല്ലേ. ഞാൻ പതിയെ ട്രാവൽഡ് അപ്വേർഡ്, മുകളിലേക്ക് എങ്ങനെ ട്രാവൽ ചെയ്തു, മുകളിലേക്ക് എങ്ങനെ കൊണ്ടുപോവാണ് വെള്ളത്തിന് കേട്ടോ, അല്ലെങ്കിൽ മഴത്തുള്ളിയെ. ഇറ്റ് വാസ് ക്വൈറ്റ് എ ക്ലൈംബ്, അതെന്താണ്, ഒരു വലിയ കയറ്റം തന്നെയായിരുന്നു. വാട്ട് എ നൈസ് സർപ്രൈസ്, എന്തൊരു സർപ്രൈസാണ്. എന്താ സർപ്രൈസ് നോക്കാം. മൈ ഫ്രണ്ട്സ് വർ ഓൾറെഡി ഇൻസൈഡ്, എൻ്റെ ഫ്രണ്ട്സ് എന്താണ്, നേരത്തെ അതിനുള്ളിൽ എത്തിയിട്ടുണ്ട്. യു ഹാവ് കം ജസ്റ്റ് ഇൻ ടൈം, ദ പ്ലാൻ വിസ്പേർഡ് ആസ് ഐ റീച്ച്ഡ് ഇറ്റ് സ്റ്റോപ്പ്. എന്താ പറയുന്നത്?
വിസ്പേർഡ് മീൻസ് മന്ത്രിച്ചു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു മഴത്തുള്ളി ആ ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചെടിയുടെ ടോപ്പിലെത്തിയ സമയത്ത്, ആസ് ഐ റീച്ച്ഡ് ഇറ്റ്സ് ടോപ്പ്, അതിൻ്റെ മുകളിലെത്തിയ സമയത്ത് ആ ഒരു ചെടി ഇങ്ങനെ മന്ത്രിക്കുകയാണ്. എന്താണ്? യു ഹാവ് കം ജസ്റ്റ് ഇൻ ടൈം, നീ വന്നത് കൃത്യസമയത്ത് തന്നെയാണ് എന്ന്. ദ സൺ ബിഗൻ ടു സെറ്റ്, അപ്പം എന്താണ്? സൂര്യൻ അസ്തമിക്കാറായി. ദ സ്കൈ ടേൺഡ് ഓറഞ്ച് ഇൻ കളർ, ആകാശം എന്താണ്? ഓറഞ്ച് കളറിലേക്കായി മാറിയിട്ടുണ്ട്. ദ ലീവ്സ് ഓഫ് ദ പാഡി റെസ്റ്റിൽ ജെന്റ്ലി ഇൻ ദ ബ്രീസ്. ബ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളം കാറ്റാണ്. അപ്പോൾ എന്താണ്? ദ ലീവ്സ് ഓഫ് ദ പാഡി റെസ്റ്റിൽഡ് ജെന്റ്ലി ഇൻ ദ ബ്രീസ്, ആ ഒരു ഇളങ്കാറ്റത്ത് നെല്ലിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പതിയെ ഒരു മർമ്മര ശബ്ദത്തോടു കൂടി ആടുന്നുണ്ടെന്നാണ് പറയുന്നത്. വാട്ട് ചേഞ്ചസ് ഡിഡ് സൺസെറ്റ് ബ്രിങ് ടു ദ സ്കൈ, എന്ത് മാറ്റങ്ങളാണ് സൂര്യാസ്തമയം ആകാശത്ത് കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുക. എന്താണ്? ആകാശം ഓറഞ്ച് കളറിലേക്കായിട്ട് മാറി അല്ലേ. നെക്സ്റ്റ് പേജ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് മഴത്തുള്ളികളൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയേ, അവരൊക്കെ വളരെ സാഡായിട്ടാണുള്ളത് അല്ലേ. അവർക്കൊക്കെ വളരെയധികം ദുഃഖമുണ്ട് അവരുടെ മുഖത്ത്, റെയിൻ ഡ്രോപ്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയണ്ടേ. അത് നോക്കാം. ദ റൈസ് ഓഫ് ദ റെയിൻ ഡ്രോപ്പ്. അപ്പം ആദ്യം നമ്മൾ കണ്ടത് റെയിൻ ഡ്രോപ്പ് എവിടെയായിരുന്നു? ക്ലൗഡിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെവിടെ എത്തിയിട്ടുണ്ട്? ഒരു പ്ലാന്റിൻ്റെ അകത്താണ് ഉള്ളത്. ഇനി എന്താണ്? ദ റൈസ് ഓഫ് ദ റെയിൻ ഡ്രോപ്പ്. ഇനി ആ ഒരു റെയിൻ ഡ്രോപ്പ് മുകളിലേക്ക് പോവുകയാണ്. നമുക്ക് നോക്കാം. ദ മോർണിംഗ് കെയിം, ദ സൺ ഷോൺ ഹോട്ട് ആൻഡ് ബ്രൈറ്റ്. അപ്പോൾ രാവിലെയായി, എന്താണ്? സൂര്യൻ അവർക്ക് എന്താണ്? ചൂടും വെളിച്ചവും ഒക്കെ കൊടുത്തു. വി ഫെൽറ്റ് സംതിങ് സ്ട്രേഞ്ച്, ഞങ്ങൾക്ക് എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ടൊരു വിചിത്രമായിട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്തു. ഹേയ്, ഹൂ ഈസ് പുള്ളിങ് അസ് ഫ്രം അബവ്, ഐ വണ്ടേർഡ്. ആരാണ് നമ്മളെ മുകളിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വലിക്കുന്നത്? പുള്ളിങ് അസ് ഫ്രം അബവ്, മുകളിൽ നിന്ന് ആരാണ് നമ്മളെ വലിക്കുന്നത്? ഐ വണ്ടേർഡ്, ഞാൻ എന്താണ്? എനിക്കൊരു അതിശയം തോന്നി, ഒരു അത്ഭുതം തോന്നി. സ്ലോലി വി ഡ്രിഫ്റ്റഡ് അപ്വേർഡ്സ്, പതിയെ. സ്ലോലി മീൻസ് എന്താണ്? പതിയെ എന്നുള്ള മീനിങ് ആണ്. വി ഡ്രിഫ്റ്റഡ് അപ്വേർഡ്സ്, ഞങ്ങൾ എന്താണ്? മുകളിലേക്ക് പോകാൻ തുടങ്ങി. വി ബിഗാൻ ടു ഫ്ലോട്ട് ഹയർ ആൻഡ് ഹയർ, ഞങ്ങൾ മുകളിലേക്ക് അങ്ങനെ പറന്ന് പോകാൻ തുടങ്ങി. ഐ ലുക്ക് ഡൗൺ അറ്റ് ദ ഫീൽഡ് ബിലോ, എന്താ ചെയ്തത്? ഐ ലുക്ക് ഡൗൺ അറ്റ് ദ ഫീൽഡ് ബിലോ, താഴെയുള്ള ആ ഒരു നെൽപ്പാടം ഉണ്ടല്ലോ, അതിലേക്ക് ഞാനിങ്ങനെ നോക്കി. ദ എർത്ത് വാസ് ഗെറ്റിംഗ് സ്മോളർ, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്താണ്? ഭൂമി ചെറുതായി വന്നു. ദ എർത്ത് വാസ് ഗെറ്റിംഗ് സ്മോളർ, ചെറുതായി വന്നു. എന്ത്? ഭൂമി. ദ റിവേഴ്സ് ലുക്ക് ലൈക്ക് സിൽവർ ത്രെഡ്സ്, റിവേഴ്സ് അരുവികളൊക്കെ എന്തുപോലെയാണ് തോന്നിയത്? സിൽവർ ത്രെഡ്സ്, അതായത് വെള്ളിനൂല് പോലെയാണ് കാണപ്പെട്ടത്. കാരണം നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് താഴെയുള്ള കാര്യങ്ങൾ ചെറുതായി വരും അല്ലേ. അപ്പോൾ റിവേഴ്സൊക്കെ ഒരു വെള്ളിനൂല് പോലെയാണ് കാണപ്പെട്ടത്. ദ ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ് ലുക്ക്ഡ് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. എന്താണ്? പാടങ്ങൾ അല്ലേ, പാടങ്ങളും അതേപോലെ ഗാർഡൻസ്, പൂന്തോട്ടങ്ങളും ഒക്കെ എങ്ങനെയാണ് കാണപ്പെട്ടത്? ലുക്ക്ഡ് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്, ഒരു പച്ച പരവതാനി പോലെയാണ് കാണപ്പെട്ടത് അല്ലെങ്കിൽ അവർ കണ്ടത്. വാട്ട് ഹാപ്പൻ വെൻ ദ റെയിൻ ഡ്രോപ്സ് വർ പുൾഡ് ഫ്രം അബവ്, ഈ മഴത്തുള്ളികളൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ദ റിട്ടേൺ, എന്താണ്? അവർ തിരിച്ചു പോവുകയാണ് അല്ലേ. ആ മഴത്തുള്ളികൾ മേഘങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന കാര്യമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം. ഐ ഫീൽ സാഡ് ടു ലീവ് മൈ ന്യൂ ഫ്രണ്ട്സ്, വി ഹാഡ് സോ മച്ച് ഫൺ, സെഡ് എ റെയിൻ ഡ്രോപ്പ്. അപ്പോൾ ഒരു റെയിൻ ഡ്രോപ്പ്, ഒരു മഴത്തുള്ളി പറയുകയാണ്. എന്താ പറയുന്നത്? ഐ ഫീൽ സാഡ് ടു ലീവ് മൈ ന്യൂ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ ഫ്രണ്ട്സിനെ വിട്ടിട്ട് പോകാൻ എന്താണ്? എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. വി ഹാഡ് സോ മച്ച് ഫൺ, നമുക്കിവിടെ ഒരുപാട് ഫണ്ണൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു മഴത്തുള്ളി പറഞ്ഞു. ഹേയ്, ഡോണ്ട് ക്രൈ, ഐ കൺസോൾഡ് ഹിം. കൺസോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുക. അപ്പം ഞാൻ ആ മഴത്തുള്ളിനോട് കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വി ഹാവ് ബ്രോട്ട് ജോയ് ടു മെനി, ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. വി ഹാവ് ബ്രോട്ട് ജോയ് ടു മെനി, നമ്മൾ ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സന്തോഷം കൊടുത്തു അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുവന്നു. ലുക്ക്, ദ ഫാർമർ ഈസ് ഹാപ്പി, നോക്കൂ ആ ഫാർമർ, ആ ഒരു കർഷകൻ വളരെ ഹാപ്പിയാണ്. ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് അഗെയിൻ ബിക്കോസ് ഓഫ് അസ്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഹാപ്പി ആയത് എന്നുള്ളതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് അഗെയിൻ ബിക്കോസ് ഓഫ് അസ്, നമ്മൾ കാരണം അദ്ദേഹത്തിൻ്റെ എന്താണ്? ഫീൽഡ്സ് അല്ലേ, പാടങ്ങൾ ഒരു തവണ കൂടി എന്തായി? ഗ്രീനായി, പച്ചപ്പ് നിറഞ്ഞതായി അല്ലേ. കൃഷിക്ക് അനിവാര്യമായ കാര്യമാണ് വെള്ളം എന്നുള്ളത്. അപ്പം മഴ കിട്ടിയപ്പം എന്താണ്? അദ്ദേഹത്തിൻ്റെ പാടശേഖരങ്ങളൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞങ്ങനെ നിന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഹാപ്പി ആയത്.
ബൈ നൗ ദ റെയിൻ ഡ്രോപ്സ് ഹാഡ് റീച്ച്ഡ് ദ ക്ലൗഡ്. അപ്പോൾ അങ്ങനെ റെയിൻ ഡ്രോപ്സ് എന്ത് ചെയ്തു, ആ ഒരു മഴമേഘത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചെത്തി. വെൽക്കം ബാക്ക് ആൻഡ് ടേക്ക് റെസ്റ്റ് സെറ്റ് ദ ക്ലൗഡ്. അപ്പോൾ ക്ലൗഡ് ഈ റെയിൻ ഡ്രോപ്സിനോട് പറയാണ്, വെൽക്കം ചെയ്യുകയാണ്, എന്നിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയാണ്. വെൻ ഷാൽ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗെയിൻ വി ആസ്ഡ്. അപ്പം ഞങ്ങൾ ആ ഒരു ക്ലൗഡിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? എപ്പോഴാണ് ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? ദ ക്ലൗഡ് റിപ്ലൈഡ്. അപ്പം ക്ലൗഡ്, അതായത് മേഘം മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കാം. സൂൺ ദ വിൻ വിൽ ബ്ലോ അഗെയിൻ. ബ്ലോ മീൻസ് എന്താണ്? വീശുക. പെട്ടെന്ന് തന്നെ കാറ്റ് വീശും. യു വിൽ ഹാവ് ന്യൂ അഡ്വഞ്ചേഴ്സ്. നിങ്ങൾക്ക് എന്താണ്? പുതിയ സാഹസങ്ങൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് വരും. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റെയിൻ അഗെയിൻ. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങുന്ന സമയത്ത്. ഓക്കെ, അപ്പം മേഘം എന്താണ് മറുപടി പറഞ്ഞത്? വീണ്ടും കാറ്റ് വീശി മഴ പെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ സാഹസങ്ങളിലേക്ക് പോകാം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. വൈ ഡിഡ് ദ റെയിൻ ഡ്രോപ്പ് സേ ഐ ഫീൽ സാഡ്. എന്തുകൊണ്ടാണ് റെയിൻ ഡ്രോപ്പ് പറഞ്ഞത് വളരെ സങ്കടമുണ്ട് എന്ന്? എന്തുകൊണ്ടാണ്? പുതിയ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ലേ, അപ്പോൾ അതുകൊണ്ട്. വൈ വാസ് ദ ഫാർമർ ഹാപ്പി. എന്തുകൊണ്ടാണ് ഫാർമർ ഹാപ്പി ആയത്? കാരണം അദ്ദേഹത്തിൻ്റെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മഴയിലൂടെ, മഴത്തുള്ളികളിലൂടെ കിട്ടി അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.